നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. കരിമ്പുഴയിൽ കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് മരിച്ചയാൾക്ക് H1N1 സ്ഥിരീകരിച്ചു. ജൂൺ 22-ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട എളമ്പുളശ്ശേരി കറിയോട് ഇരട്ടക്കുളം സ്വദേശി 77-കാരനായ ഉണ്ണികൃഷ്ണനാണ് H1N1 സ്ഥിരീകരിച്ചത്. അതേസമയം പഞ്ചായത്തിൽ പനി കേസുകൾ നിയന്ത്രണ വിധേയമായതായി പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ കരിമ്പുഴ പഞ്ചായത്തിൽ പുതിയ H1N1 കേസുകളൊന്നും തന്നെയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അറിയിച്ചു. മുൻപ് ആറ്റശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന 2 കേസുകളും പൂർണ്ണമായി ഭേദമായിട്ടുണ്ട്. മറ്റ് പകർച്ചവ്യാധികളൊന്നും നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനകളിലെ പ്രവർത്തകർ എന്നിവരെല്ലാം പഞ്ചായത്തുമായി സഹകരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് ഡെങ്കിപ്പനി നിരക്ക് ഇത്രയും വേഗത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. രോഗവ്യാപനം കുറഞ്ഞെങ്കിലും ജനങ്ങൾ ആരും തന്നെ ജാഗ്രത കൈവിടരുതെന്നും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. മുൻപ് 160ഓളം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 10-ൽ താഴെയായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ H1N1 കേസുകളില്ലപ്പോൾ. ആറ്റാശ്ശേരിയിൽ 2 കേസുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിൽ ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ കേസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 10ൻ്റെ ചോടെയുള്ള കേസുകളെ ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിലുള്ളൂ ഡെങ്കിപ്പനി. ഇപ്പോൾ വേറെ മറ്റസുഖങ്ങളൊന്നും ഇപ്പം നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ടില്ല. അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് 140-160 ഡെങ്കിപ്പനികൾ ഉണ്ടായിരുന്നത് ഈ 10ൻ്റെ ചോടെ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാ ആളുകളും പഞ്ചായത്തിനെ സഹായിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും മറ്റ് സംഘടനകളും എല്ലാവരും പേരെടുത്ത് ഞാൻ പറയണില്ല, എല്ലാവരും സഹായിച്ചത് കൊണ്ട് തന്നെയാണ് ഡെങ്കിപ്പനിയുടെ കേസ് നമുക്ക് കുറക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളെല്ലാവരും ജാഗ്രതയിൽ തന്നെ ഇപ്പോഴും ഇരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഈ ഇടപെട്ടിട്ടുള്ള മഴ പെയ്യുന്നതാണ് ഇത് പ്രശ്നം. കൊതുകുകൾ കൂടുതൽ വളരാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഇടപെട്ടിട്ടുള്ള മഴയാണ്. അപ്പോൾ അതിൽ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം. എല്ലാവരും വീടും പരിസരവും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. അത് ജനങ്ങൾ വിചാരിച്ചാലേ നമുക്ക് പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പനികളൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ജൂൺ 22-ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട എളമ്പുളശ്ശേരി കരിയോട് ഇരട്ടക്കുളം സ്വദേശി 77-കാരനായ ഉണ്ണികൃഷ്ണനാണ് H1N1 സ്ഥിരീകരിച്ചത്. തുടർ പരിശോധനകളിലാണ് മരണകാരണം H1N1 ആണെന്ന് വ്യക്തമായത്. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ ഇടയാക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ തുടർന്നും ജാഗ്രത പാലിക്കണമെന്നും നിലവിൽ നടക്കുന്ന 2 ആഴ്ചത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.